ഹലോ ഗുഡ് മോർണിംഗ്. നമുക്കിന്നൊരു യാത്ര ഉണ്ട് കേട്ടോ. തൃശ്ശൂർക്കാണ്. ഇവിടുന്ന് ഒരു 2.5-3 മണിക്കൂർ യാത്ര ഉണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ തന്നെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഒന്ന് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്കിന്നിപ്പോൾ പോകാൻ പറ്റുള്ളൂ. ഒരു ഫ്രണ്ടിൻ്റെ കൂടെയാണ് പോണതേ. ഫ്രിഡ്ജിൽ നിന്ന് മീനൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചു കേട്ടോ. ഒന്നും ഐസ് വിടുകയാണെങ്കിൽ നമുക്ക് പാചകം ചെയ്യാൻ എളുപ്പമാണല്ലോ. അങ്ങനെ ചായക്ക് വെള്ളം വെച്ച് ചോറിനുള്ള വെള്ളവും വെച്ചു കേട്ടോ. നമ്മളെ ഈ കുത്തരി ആയതുകൊണ്ട് കുറച്ചധികം സമയം വേവിക്കേണ്ടതുണ്ട്. ഇന്ന് വെള്ളപ്പവും മുട്ടക്കറി ഉണ്ടാക്കണം കേട്ടോ. വെള്ളപ്പത്തിൻ്റെ മാവിൽ കുറച്ച് പഞ്ചസാരയും കുറച്ച് ഉപ്പും ചേർത്ത് വെള്ളപ്പം ഉണ്ടാക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. പിന്നെ നമ്മുടെ അപ്പൂന് ഇന്ന് കുറച്ച് ചെമ്മീൻ റോസ്റ്റാണ് ഉണ്ടാക്കി കൊടുത്തയക്കണത്. പിന്നെ മറക്കാത്തൊരു കാര്യമുണ്ട്, ഞാൻ കാലത്ത് നന്നായിട്ട് വെള്ളം കുടിക്കും കേട്ടോ. എല്ലാവരും ചെയ്യണേ, വളരെ നല്ലതാണ്. ഇതാ നമ്മുടെ വീട്ടിൽ ഈ ചോപ്പർ വാങ്ങിയതിന് ശേഷം ഉള്ളി അരിയലൊക്കെ ഇതിലാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ കാലിച്ചായയുടെ കാര്യം മറന്നിട്ടില്ലേ. മുട്ട റോസ്റ്റിനുള്ള മുട്ട പുഴുങ്ങിയിട്ട് മുട്ട റോസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത് ഞാൻ ചുവന്നുള്ളിയിലാണ് കേട്ടോ. അപ്പോൾ പിന്നെ അധികം മസാലകളൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കുന്നത് നല്ലതാണ്. അതാണ് കൂടുതൽ ഇഷ്ടം. ചോറായിട്ടുണ്ടേ ചെമ്മീൻ റോസ്റ്റ് സ്റ്റൗമ്മ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അധികം വെള്ളമൊന്നും ഒഴിക്കാണ്ട് ചെമ്മീനെ വെള്ളം ഇറങ്ങി വന്ന് അത് വറ്റിച്ചുണ്ടാക്കുമ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അടുപ്പത്ത് മീൻ പൊരിക്കാനിട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ റോസ്റ്റിനുള്ളത് സെറ്റായി വന്നപ്പോൾ അതിൽ ചെമ്മീൻ ഇട്ടു. ഇത് വിട്ട് അടച്ചു വെച്ച് കുറച്ചേരം അടച്ചു വെച്ചാൽ മതി, ചെമ്മീനിലത്തെ വെള്ളമൊക്കെ ഇറങ്ങി വന്നോളൂ. അങ്ങനെ അതൊക്കെ കണ്ടോ, സൂപ്പറായിട്ടുണ്ട്. ഇനി ശേഷം നമ്മൾ അപ്പൻ്റെ യൂണിഫോമൊക്കെ ഒന്ന് അയൺ ചെയ്ത് കൊടുത്തു കേട്ടോ. അങ്ങനെ അത് അയൺ ചെയ്ത് സെറ്റ് ചെയ്ത് അവനുള്ള ലഞ്ച് ബോക്സ് നമ്മൾ റെഡിയാക്കി കൊടുത്തു കേട്ടോ. കുറച്ച് അച്ചാർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവൻ വണ്ടി കയറാൻ പോകുന്നത് അച്ഛൻ്റെ ബൈക്കിൽ കയറിയിട്ടാണ്. അത്ര ദൂരമൊന്നുമില്ല, എന്നാലും അവനൊരു സന്തോഷം. ഭാവിക്ക് കുറച്ച് കുറുക്കുണ്ടാക്കിയിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഒരു ചെറിയ കായപ്പേരും കൂടി ഉണ്ടാക്കിയിട്ടാണ്. ഈ കായപ്പേര് റെഡിയായപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് ചായ കുടിച്ചിട്ട് ഞങ്ങൾ ബസ്സിനാണ് കേട്ടോ തൃശ്ശൂർക്ക് പോണത്. അങ്ങനെ സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ ബസ് കയറിയിട്ട് തൃശ്ശൂർക്ക് പോയി. ഇനി തൃശ്ശൂർക്ക് എന്തിനാണ് പോകണമെന്നാ, അതൊരു സർപ്രൈസാണേ. വാവയ്ക്ക് ബസ് യാത്ര ഒന്നും ഇഷ്ടമല്ല കേട്ടോ. തൃശ്ശൂർ നമ്മൾ പോയത് നമ്മൾ സൈലത്തിൻ്റെ ഹൈബ്രിഡ് ക്യാമ്പസിലോട്ടാണ് കേട്ടോ.